സാങ്കേതിക തകരാർ പരിഹരിച്ചപ്പോൾ ആലപ്പുഴയിലെ നെല്ല് സംഭരണത്തിൽ പുതിയ പ്രതിസന്ധി. സംഭരിക്കുന്ന നെല്ലിന് മില്ലുടമകൾ കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ടതാണ് നെല്ലെടുക്കുന്നതിന് തടസ്സമായത്. വേനലിൽ നന്നായി ഉണങ്ങിയ 1 ക്വിന്റൽ നെല്ലിന് 6 കിലോഗ്രാം കിഴിവാണ് മില്ലുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്രയും കിഴിവ് നൽകാനാകില്ലെന്നാണ് കർഷകരുടെ നിലപാട്. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ നീർക്കുന്നം നാനേക്കാട് പാടശേഖരത്തിലെ കർഷകരാണ് ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധി നേരിടുന്നത്. ഓൺലൈൻ കർഷക രജിസ്ട്രേഷനിൽ പോസ്റ്റ് ഓഫീസ് ഏതെന്ന് രേഖപ്പെടുത്താൻ വിട്ടുപോയതായിരുന്നു നെല്ല് സംഭരണത്തിലെ ആദ്യ പ്രതിസന്ധി. ഒരു തരത്തിൽ അത് പരിഹരിച്ച് മില്ലുകാരെ അലോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ദാ വരുന്നു അടുത്തത്. ഇത്തവണ മില്ലുകാരാണ് വില്ലൻ റോളിൽ. 1 ക്വിന്റൽ നെല്ലിന് 6 കിലോഗ്രാം കിഴിവ് വേണമെന്നാണ് മില്ലുടമകളുടെ കടുംപിടുത്തം. നെല്ലിലെ ഈർപ്പത്തിന്റെ തോതനുസരിച്ചാണ് സാധാരണ കിഴിവ് നിശ്ചയിക്കുക. കടുത്ത വേനലിൽ കൊയ്തിട്ടിരിക്കുന്ന നെല്ലിന് 6 കിലോഗ്രാം കിഴിവ് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പാടശേഖര സമിതിയുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് 68 കിലോ അരി 1 ക്വിന്റൽ നെല്ല് അവർ സംഭരിച്ചാൽ സപ്ലൈകോയ്ക്ക് അവർ കൊടുക്കണം. എന്നാൽ കേരളത്തിലെ നെല്ലിൽ നിന്ന് അവർക്ക് 65 കിലോയിൽ താഴെയാണ് നെല്ല് കിട്ടുന്നത്. ഈ 3 കിലോയോളം അരിയുടെ വ്യത്യാസം, 3-3.5 കിലോയുടെ അരിയുടെ വ്യത്യാസം, ആ വ്യത്യാസത്തിന് ആവശ്യമായ നെല്ല് കർഷകർ കിഴിവായിട്ട് കൊടുക്കണമെന്നാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേരള സർക്കാർ അതിനകത്ത് ഇടപെട്ട് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം, കർഷകർക്ക് അനുകൂലമായൊരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. സംഭരണം തടസ്സപ്പെട്ടതോടെ കൊയ്തെടുത്ത 800 ക്വിന്റൽ നെല്ല് റോഡിൽ കിടക്കുകയാണ്. കിഴിവ് പ്രശ്നത്തിൽ കർഷകർക്കൊപ്പം നിൽക്കേണ്ട പാഡി ഓഫീസർമാർ മില്ലുടമകളോടൊപ്പമാണെന്ന പരാതിയുണ്ട്. വേനൽ മഴ ഭീഷണിയുള്ളതിനാൽ റോഡിലിട്ടിരിക്കുന്ന നെല്ല് ഈർപ്പം കയറി നശിക്കുമോ എന്നാണ് കർഷകരുടെ ആശങ്ക. റിപ്പോർട്ടർ, ആലപ്പുഴ.